വടക്കാഞ്ചേരിയിലെ വ്യാപാരി സമൂഹത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന ആധുനിക രീതിയിലുള്ളതും വിസ്തൃതവുമായ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം 2025 ഒക്ടോബർ 2 വ്യാഴാഴ്ച വൈകുന്നേരം 6:30 പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ യാഥാർത്ഥ്യമായി. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷനു വേണ്ടി പാലസ് റോഡിൽ പുതിയതായി നിർമ്മിച്ച വ്യാപാര ഭവൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ ശ്രീ KV അബ്ദുൽ ഹമീദ് വടക്കാഞ്ചേരിയിലെ വ്യാപാരി സമൂഹത്തിന് സമർപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വ്യാപാരി സുഹൃത്തുക്കൾ ബൈക്ക് റാലിയോടുകൂടി ജില്ലാ നേതാക്കളെ ചടങ്ങിലേക്ക് ആനയിച്ചത് ഏറെ ശ്രദ്ധേയമായി. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ പദ്ധതികളിലൂടെ വടക്കാഞ്ചേരി മേഖലയിൽ മാത്രം 1 കോടിയിലധികം രൂപയുടെ ധനസഹായം ലഭ്യമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച ശ്രീ KV അബ്ദുൽ ഹമീദിനെ മർച്ചന്റ്സ് അസോസിയേഷന്റെ കർമ്മവീർ പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് നഗരസഭാ ചെയർമാൻ ശ്രീ PN സുരേന്ദ്രൻ ഭദ്രം പ്ലസ് പദ്ധതി പ്രകാരമുള്ള 5 ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ ശ്രീ ജോയ് മൂത്തേടൻ ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ജനറൽ സെക്രട്ടറി ശ്രീ PN ഗോകുലൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ശ്രീ PS അബ്ദുൾ സലാം നന്ദിയും രേഖപ്പെടുത്തി. ഒരു പുരസ്കാരം നിങ്ങൾ നൽകിയതിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുകയാണ്. പുരസ്കാരങ്ങൾ എപ്പോഴും നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു ചൂണ്ടുവിരലായിട്ടാണ് കാണാൻ കഴിയുക. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എന്നോടും ജില്ലാ കമ്മിറ്റിയോടും വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കണം, അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? അല്ലാതെ പുരസ്കാരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാതെ ഒരു അഭിനന്ദനമാണ് എന്ന് ധരിച്ചു പോകുമെങ്കിലും ആ അഭിനന്ദനത്തിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഞാൻ ഉൾക്കൊള്ളുന്നു, ആ സന്ദേശം ജില്ലാ കമ്മിറ്റി ഉൾക്കൊള്ളുന്നു. കാരണം 45,000 വരുന്ന വ്യാപാരികളുടെയും 2.5 ലക്ഷം വരുന്ന അവരുടെ കുടുംബാംഗങ്ങളുടെയും സംരക്ഷണം എന്ന് പറയുന്ന വലിയൊരു സംവിധാനം അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രവർത്തന മാതൃകയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ നൽകിയ പുരസ്കാരം വളരെ താഴ്മയോടുകൂടി ഏറ്റുവാങ്ങിയതായിട്ട് ആദ്യമേ അറിയിക്കുകയാണ്. അതിന്റെ കൃതജ്ഞത ഞാൻ അറിയിക്കും. ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തില് 1 വർഷം മുൻപ് കഴിഞ്ഞ മെയ് മാസത്തില് ഇവിടെ നമ്മൾ മീറ്റിംഗ് കൂടി. അതെന്നോടുള്ള ഒരു ആദരവായിട്ടാണ്. ഈ പുരസ്കാരത്തിനേക്കാൾ വലിയ ആദരവ് യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങൾ തന്നത് അന്നാണ്. കാരണം 2022 ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് തമ്പുരാൻ ചെയ്യിക്കുന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ 2022 ഡൽഹിയില് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോ ആ കണക്കും റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ച് അത് ഞാൻ സൂക്ഷ്മതയോടുകൂടെ നോക്കിയപ്പോ 40 ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയൊരു സംഖ്യ അതിലിങ്ങനെ വെറുതെ കിടക്കുക. അപ്പൊ എന്നെ കൊണ്ട് സർവേശ്വരനായ തമ്പുരാൻ പറയിപ്പിച്ചു, നീ പറയണം ഇനി ഒരു വ്യാപാര ഭവൻ ഉണ്ടാക്കാതെ ഇവിടെ ഒരു വാർഷിക പൊതുയോഗത്തിന് നീ പങ്കെടുക്കില്ല എന്ന് നീ പറയണമെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചത് സാക്ഷാൽ സർവേശ്വരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.